സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ബി.ജെ.പി കൗൺസിലർ തിരുമല അനിൽകുമാറിന്റെ സംസ്കാരം ഇന്ന് ബി.ജെ.പി ജില്ലാ കമ്മിറ്റി ഓഫീസിലും വസതിയിലുമാണ് പൊതുദർശനം നടക്കുന്നത്. അതേസമയം അനിൽകുമാർ പ്രസിഡന്റായ ഫാം ടൂറിസം സൊസൈറ്റിയുടെ ക്രമക്കേടുകളിൽ അന്വേഷണം നടത്താൻ പോലീസ്. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, അനിൽകുമാർ ജീവനൊടുക്കിയതിനു ശേഷം ഇപ്പോൾ അദ്ദേഹം പ്രസിഡന്റായിരുന്ന ഫാം ടൂറിസം സൊസൈറ്റിയുടെ ക്രമക്കേടുകളിലും അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് പോലീസ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, സംഭവവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി CPM-ന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും മേലാണ് പഴിചാരുന്നത്. CPM-ന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസാണ് അനിൽകുമാറിനെ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതെന്നുള്ളതാണ് ബി.ജെ.പി പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഭീഷണിയെ തുടർന്നാണ് അനിൽകുമാർ ആത്മഹത്യ ചെയ്തത് എന്നുള്ള വിമർശനം ബി.ജെ.പി ഉയർത്തുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അനിൽകുമാർ പ്രസിഡന്റായ ഫാം ടൂറിസം സൊസൈറ്റിയുടെ ക്രമക്കേടുകളിൽ അതേ തുടർന്നാണ് ആത്മഹത്യ ചെയ്തത്. ആ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതിനു ശേഷവും പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള സഹായവും പിന്തുണയും ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അനിൽകുമാർ ആത്മഹത്യ ചെയ്തെന്ന് ആക്ഷേപം ഉണ്ടായിരുന്നു. താൻ ഒറ്റപ്പെട്ടു എന്ന് ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചിട്ടാണ് അനിൽകുമാർ തന്റെ കൗൺസിലർ ഓഫീസ് റൂമിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇത് തമ്മിൽ ബി.ജെ.പിയും അതുപോലെ തന്നെ CPM-ഉം അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനം ഉയർത്തുകയാണ്. ബി.ജെ.പി പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ട് പോലീസും ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഏറെ വൈകിയാണ് ബി.ജെ.പി ജില്ലാ അധ്യക്ഷൻ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ പ്രതികരണത്തിൽ ഉടനീളം CPM-നെയും പോലീസിനെയും വിമർശിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോലീസ് തുടർച്ചയായിട്ട് അനിൽകുമാറിനെ സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ 5 ലക്ഷം രൂപയുമായിട്ട് രാവിലെ സ്റ്റേഷനിൽ വരണമെന്ന് അനിൽകുമാറിനോട് പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ആത്മഹത്യയിലേക്ക് അനിൽകുമാർ എത്തുന്നത്. അതുകൊണ്ട് തന്നെ കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യം ഉയർത്തുന്നതിനൊപ്പം തന്നെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നാളെ മാർച്ച് നടത്തുമെന്നൊക്കെയുള്ള കാര്യവും ബി.ജെ.പി അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ബി.ജെ.പി നേതാക്കൾ പറയുന്നതൊക്കെ തന്നെ അവാസ്തവമാണ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അനിൽകുമാറിനെ അത്തരത്തിൽ വിളിച്ച് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി ഒരു തരത്തിലും ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു തവണ പോലും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ വിളിക്കാതെ തന്നെ സ്റ്റേഷനിലേക്ക് അനിൽകുമാർ തന്നെ വന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ പൂജപ്പുര പോലീസ് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം നടത്തുകയാണ്. അതേസമയം തന്നെ അനിൽകുമാറിന്റെ പൊതുദർശനം അത് തിരുമല ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്വവസതിയിലാണുള്ളത്. 1 മണിക്ക് ആണ് തിരുമല അനിൽകുമാറിന്റെ സംസ്കാരം അത് തൈക്കാട് ശാന്തി കവാടത്തിൽ വെച്ച് നടക്കുക. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ബി.ജെ.പി കൗൺസിലർ തിരുമല അനിൽകുമാറിന്റെ സംസ്കാരം ഇന്നാണ് ബി.ജെ.പി ജില്ലാ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനം നടന്നു. ഇപ്പോൾ വസതിയിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഉള്ളത്. അതേസമയം അനിൽകുമാർ പ്രസിഡന്റായ ഫാം ടൂറിസം സൊസൈറ്റിയുടെ ക്രമക്കേടുകളിൽ അന്വേഷണം നടത്താൻ പോലീസ്. സൂര്യ ഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.